ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 38-ാം ദിനം. കുരിശൻ ചുമന്നുകൊണ്ട് ക്രൂശിന് പിറകെ നടക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കരുണയുടെ അടയാളമായി മാറണം. തന്റെ ഏകജാതി നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് ഈ കരുണയുടെ മുഖം ഉള്ളതുകൊണ്ടാണ്. ദൈവം മനുഷ്യനോട് കാട്ടിയ ആ കരുണ അനുസ്മരിക്കുന്ന ഈ നോമ്പുകാലത്തിൽ ദൈവകരുണയിൽ ആശ്രയിച്ച് അവിടുത്തെ സ്നേഹത്തെ പൂർണ്ണമായി ധ്യാനിച്ച് ദൂതപുത്രനെ പോലെ അനുഭവിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. മനുഷ്യകുലത്തിന്റെ പാപത്തിനു വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ പുറകെ യാത്ര തുടരുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രം: നീ ക്ഷമിക്കണം പരിധിയില്ലാതെ, നീ സ്നേഹിക്കണം പരിധിയില്ലാതെ, നീ സഹിക്കണം പരാതിയില്ലാതെ. എല്ലാം ദാനമായി കിട്ടിയതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം, അളവ് നോക്കാതെ, കണക്ക് പറയാതെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ പീഡിപ്പിക്കുന്നവരോടും നമ്മെ ദ്രോഹിക്കുന്നവരോടും പരിധിയില്ലാതെ ക്ഷമിച്ചുകൊണ്ടും നമ്മുടേതല്ലാത്തവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തി പരിധിയില്ലാതെ അവരെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരാതിയില്ലാതെ സഹിച്ചുകൊണ്ടും ദാനമായി കിട്ടിയത് ദാനമായി കൊടുത്തുകൊണ്ടും ഉള്ളതും പങ്കുവെച്ചുകൊണ്ടും ഈ നോമ്പുകാലം കൂടുതൽ ഫലവായുധമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരിക്കലും മാറ്റാനാകാത്ത സങ്കടങ്ങളും സന്തോഷങ്ങളും നൽകുവാനും മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനും അവരുടെ മുറിവുണക്കുവാനും വാക്കുകൾക്ക് സാധിക്കും. എന്നിലെ മുറിപ്പെടുത്തുന്ന വാക്കുകളെ എടുത്തു മാറ്റി മറ്റുള്ളവരുടെ മുറിവുണക്കുന്ന ക്ഷമയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ വാക്കുകൾ കൊണ്ട് നിറയ്ക്കാൻ ക്രൂശിത എന്നെ സഹായിക്കണമേ. സ്തുതിയായിരിക്കട്ടെ.